ഒരു തുക സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായി. ഇതേ തുക 7 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഒരു നിശ്ചിത തുക, ഇവിടെ സാധാരണ പലിശയാണ് ബാങ്കിൽ, സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമ്മളവിടെ ഒരു നിശ്ചിത തുക ഇട്ടു. ഇത് 4 വർഷം കഴിയുമ്പോൾ എന്തായി? ആ ഇട്ട തുക ഇരട്ടിയായി. ആ തുക 7 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? അതായത് നമുക്കൊരു നിശ്ചിത തുക ആയിക്കോട്ടെ, പ്രിൻസിപ്പൽ, നമ്മൾ നിക്ഷേപിക്കുന്ന തുക, ആ തുക നിക്ഷേപിച്ചപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ ആ തുക എന്തായി? ഇരട്ടിയായി മാറി. 4 വർഷം കഴിയുമ്പോൾ ഇരട്ടിയായി. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ഇതേ തുക 7 ഇരട്ടിയാവണം. ഈ തുക ഇത് ഇരട്ടി പറയുമ്പോൾ 2 മടങ്ങ്, ഇത് 7 ഇരട്ടിയാകാൻ എത്ര വർഷം? ഇതാണ് കാണേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയിൽ ചെയ്യാം. അതായത് x - 1 by y - 1 into n. x - 1 by y - 1 into n. ഈ എക്സും വൈയും മടങ്ങുകൾ. എക്സ് എന്ന് പറയുന്നത് ഏത് മടങ്ങാണോ കാണേണ്ടത്, വൈ നമുക്ക് തന്നിട്ടുള്ള മടങ്ങ്. ഇവിടെ ഏത് മടങ്ങാണ് കാണേണ്ടത്? ഇതേ തുക 7 ഇരട്ടിയാകാൻ. അപ്പോൾ എക്സ് 7 ആണ്. വില കൊടുക്കുമ്പോൾ 7 - 1 ബൈ തന്ന മടങ്ങ് ഏതാ? തന്ന മടങ്ങ് ഇരട്ടിയായി, അപ്പോൾ 2 മടങ്ങ്. അപ്പോൾ വൈക്ക് പകരം 2 - 1 ഇൻറ്റു n നമ്പർ ഓഫ് ഇയേഴ്സ്. തന്ന വർഷങ്ങൾ. എത്ര തന്ന വർഷം? 4 വർഷം. ഇത് ചെയ്താൽ മതി. 7 നിന്ന് കുറച്ചാൽ 6 ബൈ 2 നിന്ന് കുറച്ചാൽ 1 ഇൻറ്റു 4. 6 ബൈ 1 6 ആണ്. 6 ഇൻറ്റു 4 24. അതായത് 24 വർഷം കഴിയുമ്പോഴാണ് ഈ തുക എത്രയാവുക? 7 ഇരട്ടിയാകുക.